2026 ഫെബ്രുവരി മാസം 18-ാം തീയതി ബുധനാഴ്ച ദിവസം ഇപ്പോൾ 11 മണിയായിരിക്കുകയാണ്. തിരുവല്ല MGM ഹയർ സെക്കൻഡറി സ്കൂൾ മാർഗ്രിഗോറിയോസ് മെമ്മോറിയൽ സ്കൂളാണ്. ഇവിടെ കുട്ടികളൊക്കെ ചെറിയ ഗണിതശാസ്ത്രമൊക്കെ പഠിപ്പിക്കാൻ ചോക്കൊക്കെ ഇട്ട് ഉപയോഗിച്ച് ഒരു സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്റർവെൽ കഴിഞ്ഞ് വീണ്ടും കാണും. സോ എല്ലാവിധ ആശംസകളും കുട്ടികൾക്ക് നേരും. So the question is right. We'll do the question again. What is the angle between the hands of a clock when the time is 12:15? What is the angle between the hour hand and the minute hand of a clock when the time is 12:15? That is a question we have been tackling, and what we observed is that a minute hand moves or covers 360 degrees in 1 hour. 1 hour means how many minutes? 60 minutes. In 60 minutes, minute hand covers 360 degrees. So in 1 minute, 6 degrees. So from 12 to 12:15, it is 15 minutes. So in 15 minutes, it covers 15 into 6. 90 degrees. 90 degree it covers. Hour hand's case is a complicated case because hour hand takes 12 hours to cover 360 degrees. So in 1 hour it covers 30 degrees. So 1 hour means 60 minutes. In 60 minutes it covers 30 degrees. So in 1 minute it covers that is a complicated part. So in 15 minutes, 15 into half is. So when the time moves from 12 to 12:15, 15 minutes, minute hand 90 degree, hour hand 7.5. So the angle between those hands is 90 minus 7.5, which is 80. That is the case. സോ പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായോ? സ്കോളർഷിപ്പ് പരീക്ഷയൊക്കെ എഴുതുന്ന കുട്ടികളാണ്. നല്ലോണമൊക്കെ പഠിക്കുന്നുണ്ടോ? മാത്തമാറ്റിക്സ് ഇഷ്ടമാണോ? ആണോ? ഈ സ്കോളർഷിപ്പ് കൊണ്ടൊന്നും നിൽക്കരുത്. ഇപ്പൊ നിങ്ങൾ എത്രാം ക്ലാസ്സിലായി? നിങ്ങൾ ഭാവിയില് ഒരു പരീക്ഷ എഴുതണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഏത് പരീക്ഷയാ? IIT പരീക്ഷയൊക്കെ എഴുതുവോ? എഴുതി നല്ല ഭാവിയിൽ നല്ല എഞ്ചിനീയേഴ്സ് ഒക്കെ ആയി. എന്തിനാ എഞ്ചിനീയർ ആവുന്നേ? എഞ്ചിനീയർ ആയിട്ട് എന്താ പ്രയോജനം? എഞ്ചിനീയർ ആകണമെങ്കിൽ മാത്സ് പഠിക്കണം. അതുകൊണ്ട് നിങ്ങൾ മാത്തമാറ്റിക്സും ഫിസിക്സും ഒക്കെ നല്ലതുപോലെ പഠിക്കണം. ഫിസിക്സ് ഇഷ്ടമാണോ? മാത്തമാറ്റിക്സ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സും ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മുടെ MGM സ്കൂളിലെ കുട്ടികളാണ്. എല്ലാവർക്കും പ്രത്യേക ആശംസകൾ നേരുന്നു. നോക്കിയോ, നോക്കിയിട്ടും സ്പെഷ്യൽ നമ്മുടെ പ്രിയപ്പെട്ട HM ടീച്ചറുണ്ട്. ഇതിന്റെ പേര് ദീപ ടീച്ചറുണ്ട്. നമ്മുടെ സുപി ടീച്ചറുണ്ട്. തിരുവല്ല MGM ഹൈസ്കൂളിലെ കുട്ടികളാണ്. നിങ്ങൾ സ്കോളർഷിപ്പ് പരീക്ഷ എഴുതാൻ പോവാണോ? ഞാൻ ഇവരോട് പറഞ്ഞു 12ാം ക്ലാസ് കഴിഞ്ഞ് ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്, അങ്ങനെ ലോക പ്രശസ്തമായ സർവകലാശാലകളൊക്കെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് തരും. എല്ലാത്തിനും നിങ്ങൾക്ക് അക്കാഡമിക് ബ്രില്യൻസ് ഉണ്ടാവണം. നല്ലതുപോലെ പഠിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മൾ APJ അബ്ദുൽ കലാം സാറിന്റെ ഒരു 4 ലൈൻ പറഞ്ഞു, സോങ് ഓഫ് യൂത്ത് എന്നാണ്. അത് നമുക്ക് ഉറക്കെ പറയണം കേട്ടോ. ഞാൻ പറയാതെ പറയണേ. ഇത് പറഞ്ഞ ആസ് എ യങ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, ആംഡ് വിത്ത് technology, knowledge, and love for my nation, I realize small aim is a crime. 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 ആരാണ് നിങ്ങളുടെ പ്രായത്തിൽ സ്കൂളിലെ ഫീസ് കൊടുക്കാൻ വേണ്ടി പത്രം വിറ്റോണ്ട് നടന്ന APJ അബ്ദുൽ കലാം പറയുന്നു, ചെറിയ ലക്ഷ്യം കുറ്റകരമാണ്. സ്മോൾ എയിം ഈസ് എ. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ നല്ല നല്ല
ലക്ഷ്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഓക്കെ, താങ്ക് യു. പരീക്ഷയുടെ തയ്യാറെടുപ്പിന്റെ അവസാന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നു. ഈ തിരക്കുള്ള സമയത്ത് നിങ്ങളോടൊപ്പം കുറച്ച് സമയം വിനിയോഗിക്കാനും നിങ്ങൾക്ക് വേണ്ട സംശയങ്ങൾ ദൂരീകരിക്കാനും സമയം കണ്ടെത്തി ഇവിടെ എത്തിച്ചേർന്ന മാത്യു സാറിന് എൽജിഎം കുടുംബത്തിന്റെ പേരിലുള്ള എല്ലാ നന്ദി രേഖപ്പെടുത്തുന്നു. വരും വർഷങ്ങൾ സോ MGM-ലെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോകാൻ നേരം ഞങ്ങളുടെ പ്രിയപ്പെട്ട മറിയം കൊച്ചമ്മ ഞാൻ പറഞ്ഞു കുണ്ട്രയിലെ ഞങ്ങളുടെ അയലോക്കക്കാരിയാണ്. കൊച്ചിലെ തൊട്ട് ഏറ്റവും അടുത്തറിയാവുന്ന ഒരു കുടുംബമാണ്. എങ്ങനെയുണ്ട്, എന്തുകൊണ്ട് ഇവിടുത്തെ MGM ഒക്കെ എങ്ങനെയുണ്ട്? മലയാളം ടീച്ചറാണ്, കുംഭോണാണല്ലേ ഇപ്പൊ താമസിക്കുന്നത്. ഞങ്ങളുടെ റഷീദ് ഈസിയർ ഞങ്ങളുടെ വിശ്വഭാരതിയുടെ അഭിമാനമാണ്. എന്നാ പറയുന്നു, എന്താ എല്ലാം റെഡിയായോ SSLC-ക്ക് വേണ്ടി? എങ്ങനെയുണ്ടാവും? ടീച്ചറെ പഠിപ്പിക്കുന്നതാണോ? പഠിപ്പിക്കുന്നില്ല. ഓക്കെ, MGM സ്കൂളിൽ ഞങ്ങളുടെ കൂടെ എന്റെ കൂടെ 5ാം ക്ലാസ് തൊട്ടുള്ള പയ്യനാണ്. അതുകൊണ്ട് എനിക്ക് പറ്റിയ ഒരു മിസ്സിംഗ് ആണ്. അറിയാം, ഞങ്ങൾ ഇങ്ങനെ കണ്ടതാ. അതുകൊണ്ട് MGM സ്കൂൾ ഈസ് ഓൾവേസ് ഡിയർ ടു മീ. എന്റെ ചേട്ടൻ ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചതാണ്. 10ാം ക്ലാസ്സിലും 9ലും 8ലും ഒക്കെ പഠിച്ചതാണ്. ഓക്കെ, എല്ലാവർക്കും ഞങ്ങളെ സ്നേഹ ആശംസ.